പുരാണത്തിലൊരിക്കൽ നാരദൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന് സ്മൃതിയുടെ ഉദാഹരണമുണ്ട്. എനിക്ക് അങ്ങയുടെ മായയെ ഒന്ന് കാണണമെന്നാണ്. കേട്ടിട്ടുണ്ടോ? പറഞ്ഞ അതൊക്കെ പിന്നെ പറയാം. നാരദരെ നമുക്കൊന്ന് കുളിക്കാം, കുളിച്ചിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ളത്. രണ്ടുപേരുടെ കുളിക്കാനത്. നാരദൻ മുങ്ങി. നാരദനെ ഒഴുക്കുകൊണ്ടുപോയി. ഒഴുകി 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 ഒരിടത്തെത്തി. നാരദനെ ഒരു പെൺകുട്ടി പിടിച്ച് കയറ്റി. ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി കയ്യെ പിടിച്ച് കരയ്ക്ക് കയറ്റി. കരയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കയ്യെ പിടിച്ചതാണ്. അപ്പോൾ ആ കയ്യെ പിടിച്ചതുകൊണ്ട് അങ്ങൻ്റെ ഭർത്താവാണ്, പോകാൻ പറ്റില്ല. പിടിച്ച് രക്ഷിച്ചു. ജീവനൊക്കെ കിട്ടിയപ്പോഴാണ് പറഞ്ഞത്, ഇത് അങ്ങൻ്റെ ഭർത്താവാണ്. ഞാൻ പുൽക്കസ് എന്ന മഹാരാജാവിൻ്റെ മകളാണ്. പുൽക്കിനി എന്നോ മറ്റോ ആണ് പേര്. അവള് കൂടി നാരദൻ അവിടെ ഇങ്ങനെ സുഖമായിട്ട് കഴിയുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. പുൽക്കസ് മരിച്ചു. നാരദനും പുൽക്കസിൻ്റെ മകളും പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വലിയൊരു സാമ്രാജ്യമൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ വരൾച്ച വന്നത്. അല്ല, ഒരു വലിയ വെള്ളപ്പൊക്കം വന്നത്. ഇപ്പോഴത്തെ പോലെ ഒരു ഉരുൾ പൊട്ടി എല്ലാം കൂടിപ്പോയി. ഇവരൊക്കെ അങ്ങ് ചത്തുപോയി. പനി വന്നോ കുഴപ്പം വന്നോ ഒക്കെ ചത്തുപോയി കഴിഞ്ഞ് നാരദൻ തനിച്ചായി. നാരദൻ നിലവിളി തുടങ്ങി. നിലവിളിക്കുമ്പോൾ ഭഗവാൻ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, നാരദരെ കഴിക്കാറായി.